വലിയ കമ്പനികളിലാണ് ഇങ്ങനൊരു സംഭവം വരിക. അപ്പോൾ ഈ വലിയ കമ്പനികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനികളിലെല്ലാം മിക്കവാറും നമ്മൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഡിഗ്രി വേണം എന്നുള്ള കാര്യം അവർ മിക്കവാറും പറയാറുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർ പറയുന്നത് ഒരു മിനിമം ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വലന്റ് എക്സ്പീരിയൻസ് വേണം. ഇക്വലന്റ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഉള്ള കമ്പനികൾ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ കുറവായിരിക്കും. കാരണം ഒരു കയ്യിൽ എണ്ണാവുന്ന കമ്പനികളൊക്കെ നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ സ്റ്റാർട്ടപ്പുകളാണ്. ആ സ്റ്റാർട്ടപ്പിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരിക്കലും ഡിഗ്രി ഇല്ലാതെ ഒരിക്കലും എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ MNCകളിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡിഗ്രിയാണ് വേണ്ടത്? ഇതിനകത്ത് നമ്മൾ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. അത് BTech ആണെങ്കിലും ഇനിയും BSc കമ്പ്യൂട്ടർ സയൻസോ IT ആണെങ്കിലും കുഴപ്പമില്ല, BCE ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏത് ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു IT റിലേറ്റഡ് ആയിട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഒരു 10th കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം +2 എടുക്കുക. +2 എടുത്തിട്ട് +2 സയൻസ് എടുക്കുമായിരിക്കും നല്ലത്. കാരണം BTechോ അല്ലെങ്കിൽ BScയിലോട്ട് പോകണമെങ്കിൽ സയൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ BCE എടുക്കുക അത് കഴിഞ്ഞ ശേഷം. അപ്പോൾ എന്തായാലും സയൻസ് എടുത്തിട്ട് നോക്കുക. കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് BCAയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, മറ്റേ സയൻസ് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു കണ്ടിന്യൂറ്റി കിട്ടും പഠിച്ച് പോകാനായിട്ട്. +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർക്കുള്ള ഓപ്ഷൻ BCA ഉണ്ട്, അതുപോലെ BSc IT, BSc കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ BTech IT ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എന്നിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാ കമ്പനികളും നോക്കുന്നുണ്ട്. അപ്പം അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ MS എടുക്കാം, അല്ലെങ്കിൽ MBA എടുക്കാം. അങ്ങനെ ഏത് ഡൊമൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം.